നിങ്ങൾക്ക് എല്ലാവർക്കും വേറൊരു സ്വീറ്റ് ഡിഷാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമുക്ക് ഗുലാബ് ജാം ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായുള്ള സാധനങ്ങള് ഞാൻ കുറച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ റേഷ്യോയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡബിൾ എടുത്ത് ഉണ്ടാക്കാം. 1/2 കപ്പ് മിൽക്ക് പൗഡർ, 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ റവ. നമുക്ക് ഈ റവ പൊടിച്ചും നമുക്ക് ഉണ്ടാക്കാം. പൊടിച്ചുണ്ടാക്കിയ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ഒരു എഫക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇച്ചിരി തരി കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ്. അതിനോടാണ് ഞാൻ പൊടിക്കാനാണ് ഉണ്ടാക്കുന്നത്. ഗീ നമുക്ക് ആവശ്യമുള്ള ഗീ. നമുക്ക് ഗുലാബ് ജാമിനെ ഗീയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഗീ മതിയാവും. പിന്നെ ലെമൺ ജ്യൂസ് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് നമ്മുടെ മിക്സിനകത്ത് നമ്മൾ ഒഴിക്കും. പിന്നെ ഷുഗർ സിറപ്പിനകത്ത് നമ്മൾ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കും. ഫസ്റ്റ് നമുക്ക് ഈ ഗുലാബ് ജാമിന്റെ ബോൾസ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഞാൻ സിറപ്പിനെ പറ്റി പറയാം. മിൽക്ക് പൗഡർ 1/2 കപ്പ് ഇട്ടിട്ട് നമ്മുടെ ഈ മൈദ 1/4 കപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അപ്പൊ സോഫ്റ്റ്നെസ്സും ബോൾസ് കുറച്ചും കൂടെ ബിഗറായി വരും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ്സ് കുഴച്ചിട്ട് വെക്കണം. ഫസ്റ്റ് നമുക്ക് ഈ റവയും മൈദയും മിൽക്ക് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ്. നമുക്ക് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് ഇപ്പൊ ഓൾറെഡി റെഡിമെയ്ഡ് കിട്ടും മാർക്കറ്റില്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ എന്റെ വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യും. നമ്മൾ ജസ്റ്റ് ഇതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കും. അതിനുശേഷം നമുക്ക് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് മതിയാവും. പിന്നെ 1 ടീസ്പൂൺ ഗീ. ഇത് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാം മിൽക്ക് ഒഴിച്ചു കൊടുത്തു വേണം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ വാം മിൽക്ക് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളുടെ നമുക്കറിയാലോ ചപ്പാത്തിയുടെ ഒരു ഡൗട്ടിന്റെ അത്രയും കൺസിസ്റ്റൻസിയില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഇതൊരു 15 മിനിറ്റ്സ് നമുക്ക് കീപ്പ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ കയ്യിൽ ഒത്തിരി ഗീ പുരട്ടിയിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോൾസ് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അപ്പൊ തന്നെ ബോൾസ് ഉണ്ടാക്കാം. 1/4 ടീസ്പൂണേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ്സ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കാം. വലിയ ബോൾസ് വേണമെന്നുള്ളവർക്ക് വലുതാക്കാം. ചെറിയ ബോൾസ് മതി എന്നുണ്ടെങ്കിൽ ചെറുതുണ്ടാക്കാം. ഡിഫറെന്റ് ഷേപ്സിൽ സൈസിന്റെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. എല്ലാം കൂടി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു ടൈമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് പെട്ടെന്ന് ഫ്രൈ ആവും. ഭയങ്കര ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നോടും വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സിം ആയിട്ട് ഫ്ലെയിം വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കയറി, ഓയിലാണെങ്കിൽ പെട്ടെന്ന് അത് കയറിയിട്ട് കരിഞ്ഞു. ഗീ ആണെങ്കിൽ പെട്ടെന്ന് അത്രയും കരിയില്ല, അത്രയും പെട്ടെന്ന് കയറി ബ്രൗൺ ആവില്ല. ഗീയിലാണെങ്കിൽ ഒരുപാട് ഗീയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് മുന്നോട്ട് നിൽക്കും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഗീയുടെ ടേസ്റ്റ് അത്രയും ഇഷ്ടപ്പെടണമെന്നില്ല. ഓൾറെഡി ഇതിനകത്ത് നമ്മൾ ഗീ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ തന്നെ ഇതിന്റെ ഒരു ടേസ്റ്റും വരും നമുക്ക്. ഇങ്ങനെ നമുക്ക് ഫുൾ ബോൾസും ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആവും, നമ്മുടെ ബാക്കി ഇവിടെ നിൽക്കുകയും ചെയ്യും. ബോൾസ് ഉണ്ടാക്കി
ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്ക് സിം മോഡില് ഫ്ലെയിം വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചെറുതായി ചൂടായി വരുമ്പോഴേ നമുക്ക് പയ്യെ ഇട്ട് കൊടുക്കാം. ചെറിയ സിമ്മില് ചെറിയ ഒരു ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ നമുക്ക് പയ്യെ അതൊരു ബ്രൗൺ കളർ ആയി വരുന്ന വരെ നമുക്ക് വെക്കാനും പറ്റും. അത് നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. ഇതിപ്പോ ഫ്രൈ ആവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇത് 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വാട്ടർ എടുക്കാം. എന്നിട്ട് ഒരു 4 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യുക. അപ്പോ ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 2-3 ഏലക്ക പൊടിച്ചിടുക. അങ്ങനെ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പാണിത്. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി ഒരു സിം മോഡില് ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിടുമ്പോൾ കുറച്ചും കൂടെ അത് പെട്ടെന്ന് അതിനകത്തോട്ട് നമുക്ക് ആ ഷുഗറിന്റെ ടേസ്റ്റ് പിടിക്കും നമ്മുടെ ഗുലാബ് ജാമിൽ. ഇപ്പൊ ഞാൻ ഓൾറെഡി അത് ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കുവാണ്. സ്റ്റിൽ അത് ചൂടുണ്ട്. നമുക്കിത് പയ്യെ ഇതിനെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിപ്പോ നമ്മുടെ ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് കോരി നമ്മുടെ ഷുഗർ സിറപ്പിനകത്തോട്ട് ഇടാം. നമ്മുടെ ഗുലാബ് ജാം ഇവിടെ റെഡിയാണ്. അടിപൊളി ഗുലാബ് ജാം ആണ്. അത് നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഒരു 2 hours അടച്ച് വെക്കണം. അതിനുശേഷമേ നമുക്ക് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴത്തേക്ക് ഫുള്ള് ഷുഗറും ഇറങ്ങി നല്ല സെറ്റ് ആയിട്ട് കിട്ടും. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉണ്ടാക്കിയിട്ട് കമന്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇടണം.